ഹായ് ഗായ്സ്, നമ്മുടെ തേർഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡാണ് എക്സ്റേ ടെക്നിക്ക് എന്ന് പറയുക. സോ എക്സ്റേയിലൂടെ നമുക്ക് ഇതിലുള്ള ഡിഫക്ട്സുകൾ, കോമ്പോസിറ്റിലുള്ള ഡിഫക്ട്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്റേ എന്താണെന്ന് അറിയാം. എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൽ സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ട്, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ അതെല്ലാം നമുക്കിവിടെ നോക്കുന്നില്ല. നമുക്കത് എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. സോ ഇത് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, സോ എക്സ്റേ ടെക്നിക്സ് പറഞ്ഞാൽ ഒരു എക്സ്റേ സോഴ്സ് ഉണ്ടാവും. ആ എക്സ്റേ സോഴ്സ് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് കൊടുക്കും. ആ ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മളൊരു ഇമേജ് അതിലേക്ക് നമ്മൾ എടുക്കുന്ന ഒരു ടെക്നിക്കാണ് എക്സ്റേ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോമ്പോസിറ്റ് മെറ്റീരിയൽ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചില റഫ് സർഫേസ് ഉള്ള നമുക്ക് കമ്പോണൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള കമ്പോണൻസിനൊന്നും ഒരിക്കലും നമുക്ക് എക്സ്റേസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഒരുപാട് നമുക്ക് ഡിസ്റ്റർബൻസസ് ആ ഇമേജസിൽ ഉണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ക്രാക്സ്, അതുപോലെ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഡീലാമിനേഷൻസ്, ഫൈബർ ബ്രേക്കേജ്, വോയിഡ്, അങ്ങനത്തുള്ള ഡിഫക്ട്സുകളാണ് കൂടുതലായിട്ടും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ കോമ്പോസിറ്റിൽ എക്സ്റേസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൺവെൻഷണൽ എക്സ്റേ ആണ് നമ്മളിപ്പോൾ ഈ കണ്ട ഫിഗറിൽ നിന്ന് നമുക്ക് നോക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർഫേസിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഡിസ്റ്റർബൻസ് കൂടുതലുള്ളത് കൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന എൻഹാൻസ്ഡ് എക്സ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. ഇതിൻ്റെ സർഫേസിൻ്റെ മുകളിൽ നമ്മളൊരു ഫ്ലൂയിഡ് നമ്മൾ അതിലേക്ക് ഒരു അപ്ലൈ ചെയ്യും. ആ ഫ്ലൂയിഡ് ജസ്റ്റ് ഒരു കെമിക്കലാണ്. സോ ആ ഫ്ലൂയിഡ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം 30 മിനിറ്റ്സ് ജസ്റ്റ് അതിനെ ആ ഫ്ലൂയിഡ് അതിലേക്ക് ഒന്ന് ജസ്റ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കും. ആ വെച്ചതിന് ശേഷം ഇതിന് എക്സ്റേ എടുക്കുകയാണ് ചെയ്യുക. എക്സ്റേ എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമുക്ക് ഫുൾ കമ്പോണൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ഡിഫക്ട്സുകൾ നമുക്ക് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമുള്ളത്. ആ റേഡിയേഷൻ അതിൻ്റെ ഉള്ളിലൂടെ ഈസി ആയിട്ട് പാസ് ചെയ്ത് പോയിട്ട് ഡിഫക്ട്സുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിലുള്ള എല്ലാ ഡിഫക്ട്സുകളും, അങ്ങനെ ക്രാക്സ്, ഫൈബർ ഫ്രാക്ഷൻസ്, ഡീലാമിനേഷൻസ്, ഫൈബർ ബ്രേക്കേജ്, വോയിഡ്സ്, അങ്ങനത്തെ പറയുന്ന ഒരുവിധം എല്ലാ ഡിഫക്ട്സുകളും നമുക്കിതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. സോ ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, സോ കൺഫ്യൂഷൻ ആവണ്ട. സോ ഇത്രയേ ഉള്ളൂ എക്സ്റേ ടെക്നിക്ക് എന്ന് പറയുന്നത്. ബാക്കി അതിൻ്റെ എക്സ്റേ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മറ്റ് കാര്യങ്ങളൊന്നും നമുക്കിതിൽ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇട്ടിരിക്കുന്നത്. ഒരു ടർബൈൻ ബ്ലേഡിലുള്ള റൂളിംഗ് ലൈനിലുള്ള ഒരു പോറോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്താണ് വെൽഡിൽ ഉണ്ടാകുന്ന. അപ്പോൾ ഈ വൈറ്റ് കളർ ഡോട്ട്സ് ആണ് പോറോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ പോറോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്റേ ആണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഒരു ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സോ ഇതാണ് നമ്മുടെ 4ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ എന്തോന്നാലും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിതിൽ പറഞ്ഞു പോകുന്നത്. തെർമോഗ്രാഫി എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിവിടെ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്രാസോണിക്കിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ, ഓപ്പോസിറ്റ് വേണമെങ്കിലും വെക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ലാമ്പ് നമ്മൾ വെക്കും. അത് എന്ത് വേണമെങ്കിലും വെക്കാം, IR ലാമ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. ആ ലാമ്പ് വെച്ചിട്ട് നമ്മൾ ഈ സ്പെസിമെൻ്റെ ഈ ഭാഗത്ത്, മീൻസ് ഈ സ്പെസിമെൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ സ്പെസിമെനിലേക്ക് ഈ ലാമ്പിൽ ലൈറ്റ് അടിച്ചിട്ട് ഇതിലേക്ക് ഹീറ്റ് കൊടുക്കും. ഹീറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു IR ക്യാമറ ഉണ്ടാവും. ഈ ഇൻഫ്രാറെഡ് ക്യാമറ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് ഫ്ലോനെ ഒബ്സർവ് ചെയ്യും. എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ആ ഹീറ്റ് ഫ്ലോ വെച്ചിട്ട് നമ്മൾ അതിൽ ഓരോ ഡിഫക്ട്സുകൾ ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. സോ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുള്ള എല്ലാ കാർട്ടും, ഇപ്പോൾ ലോകത്ത് കോമ്പോസിറ്റ് തന്നെയല്ല എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റോൺ ഉണ്ടെങ്കിൽ പോലും സ്റ്റോൺ ഒരു ഹീറ്റ് അബ്സോർപ്ഷൻ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ നമ്മളതിൽ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് എന്തൊക്കെ മീൻസ് ആ ഹീറ്റിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള ബിഹേവിയർ നമ്മൾ IR ക്യാമറ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഡിഫക്ട്സുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഒരു PC ബോർഡിൽ നമ്മൾ തെർമോഗ്രാഫി നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഇരിക്കുന്ന തെർമൽ സോൺസ്, കൂടുതലായിട്ടുള്ള തെർമൽ സോൺസ് അഫക്റ്റ് ചെയ്യുന്ന ഏരിയയിൽ എന്തൊക്കെയോ ഡിഫക്ട്സ് ഉണ്ട്. ആ ഡിഫക്ട്സുകൾ ടെമ്പറേച്ചറിൻ്റെ അനുസരിച്ച് ഇന്ന ഡിഫക്റ്റുകൾ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ചെയ്യണം. ഇതാണ് തെർമോഗ്രാഫി എന്ന് പറയുന്നത്. നമുക്കൊരു ഷിയോറോഗ്രാഫി ഉണ്ട്. സോ അതിൻ്റെ ആവശ്യമില്ല. ഷിയോറോഗ്രാഫി എന്ന് പറഞ്ഞാൽ മീൻസ് ജസ്റ്റ് ഒരു വൈബ്രേഷൻ കൊടുക്കുക. ആ ഒരു ടൈപ്പിൽ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡിസ്റ്റർബൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ ഡിഫക്ട്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെക്കുക. സോ ഇതിൻ്റെ നോട്ട്സ് ഞാൻ PDF ആയിട്ട് ചെയ്യാം. താങ്ക് യു.